السلام عليكم ورحمة الله تعالى وبركاته. الصلاة والسلام على سيدنا المرسلين وعلى آله وصحبه أجمعين أما بعد. Al-Huwaykili സെക്കൻഡ് സെക്ഷൻ ഇന്ന് ഇവിടെ നടക്കാനിരിക്കുന്നത് പരിശുദ്ധ ഖുർആൻ വളരെയധികം ഖുർആൻ പറഞ്ഞതിൽ വെച്ച് ഖുർആൻ സംസാരിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല കഥ എന്ന് പരിചയപ്പെടുത്തിയ മഹാനായ വിശ്വപ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്ര ലേഖനങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ നേതാവ് എന്ന് പരിചയപ്പെടുത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് സന്തതികളെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, മറ്റൊന്ന് ദമസ്കസിന്റെ രാജാവാകുന്ന ഖൈസ്. ഈ ഖൈസ് എന്ന് പറയുന്നവർ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പിതാവാണ്. ഇവിടെ നമ്മുടെ കഥാപുരുഷൻ യാക്കൂബ് നബി അലൈഹിസ്സലാമാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കഥ നമുക്ക് ഇങ്ങനെ തുടങ്ങാം. ചരിത്രം വിശദീകരിക്കുന്നതായി കാണാം. മഹാനവർക്ക് 12 മക്കളുണ്ടായിരുന്നു. 12 മക്കൾ 2 ഭാര്യമാരിലൂടെയാണ്. ഒരുത്തി ലിയ എന്ന് പറയുന്നവരും മറ്റൊരാൾ റാഹേൽ എന്നവരുമാണ്. ഇതിൽ ലിയയിൽ നിന്ന് മാത്രമായിക്കൊണ്ട് 10 മക്കളും റാഹേലിൽ നിന്ന് 2 മക്കളും ഉണ്ടായിട്ടുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതുപോലെ ബിന്യാമീൻ, ഈ 2 മക്കളും റാഹേലിൽ നിന്നാണ് യാക്കൂബ് നബി അലൈഹിസ്സലാമിന് ലഭിച്ചത്. ഈ റാഹേൽ എന്ന് പറയുന്ന ഭാര്യ വിവാഹം കഴിഞ്ഞ് യൂസുഫ് നബി അലൈഹിസ്സലാം ബിന്യാമീൻ ഇവരുടെ ജനനം കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഈ റാഹേൽ എന്ന് പറയുന്ന ഭാര്യ മരണപ്പെടുകയുണ്ടായി. അപ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് സാധാരണ പിതാക്കന്മാർക്കൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ മാതാവില്ലാത്തൊരു മക്കൾ എന്ന നിലയ്ക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിനോടും ബിന്യാമീനോടും വളരെ സ്നേഹമുണ്ടായിരുന്നു. നല്ല സ്നേഹമുണ്ടായിരുന്നു. യാക്കൂബ് നബി അലൈഹിസ്സലാം കിടന്നുറങ്ങുമ്പോഴൊക്കെ 2 സൈഡിലും ഒരു ഭാഗത്ത് ബിന്യാമീനും മറ്റൊരു ഭാഗത്ത് യൂസുഫ് നബി അലൈഹിസ്സലാമും കിടന്നുറങ്ങാനുണ്ടായിരുന്നു. ഒരു ദിവസം അങ്ങനെ സാധാരണ ദിവസങ്ങളെ പോലെ തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാം രാത്രി ഉണർന്നു. അപ്പോ തൊട്ടടുത്ത് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കിടക്കുന്നുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ശരീരം തൊട്ട് നോക്കുമ്പോൾ ഒരു ചെറിയൊരു വിറയൽ ഇങ്ങനെ വരുന്നുണ്ട്. ചെറുതായിട്ട് ശരീരം ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, മോനെ എന്താ വിഷയം? മോൻ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചാടി എണീറ്റുകൊണ്ട് പറഞ്ഞു, ബാബ, ഞാനൊരു കിനാവ് കണ്ടിട്ടുണ്ട്. കുഞ്ഞും പിതാവേ കിനാവ് കണ്ടേ, എന്തോ ഇതിനർത്ഥം പറയാനുണ്ടേ. കുഞ്ഞും പിതാവേ
കിനാവ് കണ്ടേ എന്തോ ഇതിനർത്ഥം പറയാനുണ്ടേ കാട്ടിൽ വിറകൂരാൻ പെറുക്കാൻ ചെണ്ടേ കൂടെ സഹോദരൻ അടങ്കലുണ്ടേ പൂത്തു തളിർത്തന്റെ വിറകു കെട്ടേ നോക്കി അജബാലെ അവരും മട്ടേ എത്തി ആലകുല്ലും തലകുലിത്തേ മുത്തേ നബിയോരെ ഇതിൻ ഹാജത്ത്. രാത്രി ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ഞാനും എൻ്റെ 11 സഹോദരന്മാരും ഞങ്ങളിങ്ങനെ കാട്ടിലേക്ക് വിറക് ശേഖരിക്കാൻ വേണ്ടി പോയതായിരുന്നു. അങ്ങനെ വിറക് ശേഖരിച്ച് ഞങ്ങളെല്ലാവരും വിറകൊക്കെ ശേഖരിച്ചൊരു ഭാഗത്തായിട്ട് കെട്ടിവെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ എൻ്റെ വിറക് കെട്ടി മാത്രമായിക്കൊണ്ട് തന്നെ എണീച്ചുന്നു. അങ്ങനെ കാടിൻ്റെ ഒരു മൂലയിൽ ചെന്നു. അതിന് ചുറ്റും എൻ്റെ സഹോദരന്മാരുടെ വിറകെട്ടുകളും അടുക്കടുക്കായിട്ട് നിൽക്കുകയാണ്. അതിന് ഞാനൊരു അത്ഭുതമായിട്ടൊരു സംഭവം കണ്ടു. നോക്കിയപ്പോൾ എൻ്റെ വിറകെട്ടിൽ നിന്ന് നല്ല തളിരില പൊട്ടി വരികയാണ്. മറ്റുള്ളവരുടെ വിറകെട്ടുകളൊക്കെ ഉണങ്ങിപ്പോകുന്നുണ്ട്. ഇങ്ങനൊരു കാഴ്ച ഞാൻ കാണുകയുണ്ടായി. എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞപ്പോൾ പ്രവാചകനാകുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാമിന് മനസ്സിലായി യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഭാവി എന്തോ ഒരു കാര്യം സംഭവിക്കാനുണ്ട്. അങ്ങനെ ഇത് പറയുമ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, മോനെ ഈ സ്വപ്നം നീ നിന്റെ സഹോദരങ്ങളോട് പറയരുത്. കാരണം സഹോദരങ്ങൾക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് ഒരു തരത്തിൽ അസൂയ മുളച്ചു പോകുന്ന സമയമാണ്. കാരണം അവിടുത്തെ മാതാവ് റാഹേൽ മരണപ്പെട്ട ശേഷം യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് യൂസുഫ് നബിയോട് ഭയങ്കര ഒരു സ്നേഹമുള്ളൊരു സമീപനാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ മക്കള് നല്ലൊരു അസൂയുണ്ട്. കാരണം പിതാവിനേക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ യൂസുഫ് നബിയോടാണ് സ്നേഹം. അപ്പൊ ഇങ്ങനെ ഒരു സ്വപ്നം കൂടി കാണുമ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിനോടുള്ള അസൂയ വർദ്ധിക്കും. അപ്പൊ പിതാവ് പറഞ്ഞു, മോനെ ഇതൊന്നും അവരെ മക്കളോട് നീ പറയരുത് വിഷയം. അപ്പൊ യൂസുഫ് നബി അലൈഹിസ്സലാം ഞാൻ പറയുന്നില്ല. അപ്പൊ ഇതൊക്കെ തൊട്ടടുത്ത് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ രണ്ടാമത്തെ ഭാര്യ ലിയ കേൾക്കുന്നുണ്ട്. ലിയ കേട്ടുകൊണ്ട് ലിയ തന്റെ 10 മക്കളോട് പറഞ്ഞു കൊടുത്ത് എല്ലാവരും വിളിച്ചു എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ യൂസുഫ് ഒരു കള്ളക്കഥ പിതാവിനോട് പറയുന്നുണ്ട്. അതിലൂടെ യൂസുഫിന് നല്ല പിതാവിന്റെ അടുത്ത് നല്ല സ്നേഹവും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളൊന്ന് കരുതി വെച്ചോളി എന്ന് പറഞ്ഞത്. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാം രണ്ടാം ദിവസം അടുത്ത രാത്രിയായപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇതേപോലെ നെട്ടിണീറ്റ് ബാപ്പാനോട് പറഞ്ഞു, ബാപ്പ ഞാൻ ഇന്നും ഒരു സ്വപ്നം കണ്ടു. ഞാനിങ്ങനെ കിടന്നുകൊണ്ടിടയിൽ എന്റെ മുമ്പിൽ സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്റെ മുമ്പിൽ താണു വണങ്ങുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. യാക്കൂബ് നബി അലൈഹിസ്സലാം മനസ്സിലാക്കി ഇത് വളർന്നു വരുന്ന പ്രവാചകനാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പ്രവാചക പദവി ലഭിക്കുമെന്നത് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ചെറിയ പ്രായത്തിൽ തന്നെ മനസ്സിലാക്കിയെടുത്തു. ഇതും പറയുന്നത് തൊട്ടടുത്ത് ലിയ കേട്ടുകൊണ്ട് തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ മക്കളെ ഈ യൂസുഫ് എന്തൊക്കെ പിതാവിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോളി. ഇത് കേട്ടപ്പോ മക്കൾക്കൊരു സംസാരം, എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ഒരു മീറ്റിംഗ് കൂടി തന്റെ സഹോദരങ്ങളോട് പറഞ്ഞു, യഹൂദ നമ്മള് യൂസുഫിനോട് പിതാവിന് എന്തൊക്കെയോ ഒരു സ്നേഹം കുടുങ്ങിയിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമല്ലോ. യഹൂദ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ അപ്പോ കുറച്ച് ആളുകൾ പറഞ്ഞു, യൂസുഫിനെ നമുക്ക് കൊന്നാലോ, പിതാവിന്റെ സ്നേഹം കിട്ടണമെങ്കിൽ വേറൊരു വഴിയില്ല. അപ്പൊ യഹൂദ പറഞ്ഞു, കൊല്ലുകയാണെങ്കിൽ യൂസുഫ് നമ്മളെ സഹോദരനല്ലേ. അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ചർച്ച ചെയ്തു. കൊല്ലാനിപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാമിന് വീട്ടിന്റെ പുറത്തേക്ക് തന്നെ വിടാവില്ലേ, പിന്നെ നമ്മൾ കൊല്ലാണ്. അപ്പൊ അങ്ങനെ ചർച്ച വളരെയധികം പുരോഗമിച്ച് ലാസ്റ്റ് ഒരു ഐഡിയ കണ്ടെത്തി. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വീടിന്റെ പുറത്തിറക്കാൻ വേണ്ടി ഒരു ഐഡിയ. അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ വീടിന്റെ പുറത്ത് ഒരു കളിക്കളം ഉണ്ടാക്കി, ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി. എന്നിട്ട് അവരിങ്ങനെ ഭയങ്കര കളി കളിക്കാൻ വേണ്ടി വീടിന്റെ മുറ്റത്ത് ഒരേ കളി കളിച്ചതിങ്ങനെ ആവർത്തിച്ച് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, എന്താ കാക്കന്മാരെ നിങ്ങൾക്ക് വേറെ കളിയൊന്നുമില്ല, ഈ കളി മാത്രമേ ഉള്ളൂ? അപ്പൊ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് അവർ പറഞ്ഞു, ഇവിടെ ഈ ഗ്രൗണ്ട് ഇവിടെ ചെറിയ ഗ്രൗണ്ട് അല്ലേ, ഇവിടെ ഈ കളിയൊക്കെ തന്നെ നടക്കുള്ളൂ. നമുക്ക് കളിക്കണമെങ്കിൽ കാട്ടിലേക്ക് പോയാൽ അവിടെ വലിയ സ്ഥലങ്ങളും വലിയ പറമ്പുകളൊക്കെ ഉണ്ട്, അവിടെ നമുക്ക് ഉഷാറ് കളി കളിക്കാം. ഇവിടെ പിതാവുണ്ടാവും, പിന്നെ ഈ സ്ഥലത്തിന്റെ ഒരു അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഏതായാലും ഇവിടെ ഈ കളിയൊക്കെ നടക്കുള്ളൂ, അവിടെ കാട്ടിൽ പോരെ. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പിതാവിനോട് പോയി പറയുന്നുണ്ട്, പാപ്പ എനിക്ക് സഹോദരങ്ങളൊക്കെ അവരൊക്കെ കാട്ടിലേക്ക് പോകണ്ടേ, അവര് ആടിനെ മേയ്ക്കാൻ പോകണ്ടല്ലോ, എനിക്കൊന്ന് കൂടെ പോയാൽ. അങ്ങനെ പാപ്പനോ പറഞ്ഞു, പാപ്പ യൂസുഫ് കാട്ടിക്കോ, കാട്ടിക്ക് നീ ചെറിയ കുട്ടിയല്ലേ, അപ്പൊ കാട്ടിക്ക് പോയാൽ എങ്ങനെയാണ്? ഇപ്പൊ ഈ കാലഘട്ടത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ കാട്ടിൽ ഒരുപാട് ചെന്നായ്ക്കളുള്ള സമയം, ഇപ്പൊ നായകളുള്ളത് പോലെ തന്നെ
അന്ന് ചെന്നായകളുടെ അതിരൂക്ഷമായ ശല്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു, മോനെ അത് വേണ്ട, ഈ കാട്ടിലേക്ക് പോയിട്ടുള്ള കളിയൊന്നും വേണ്ട, നീ എന്റെ ചെറിയ മോനല്ലേ, അത് വേണ്ട അങ്ങനെ പറഞ്ഞു. അപ്പോ സഹോദരങ്ങൾ യൂസുഫ് നബിയെ തിരികെട്ടിട്ടു. യൂസുഫ് നബി ചോദിച്ചു, ഉപ്പ എനിക്ക് പോകണം, അങ്ങനെ വാശി പിടിച്ചപ്പോ ചെറിയ മക്കളല്ലേ, കരഞ്ഞ് പറഞ്ഞ പിതാവിനെ സങ്കടമാവും. അങ്ങനെ പിതാവ് പറഞ്ഞു, എന്നാ പൊയ്ക്കോ, വേണ്ടെന്നൊക്കെ മനസ്സിൽ ഒരു ഉണ്ടാവില്ലേ, അതിന് പറഞ്ഞു. അതിന് യാക്കൂബ് നബി അലൈഹി സ്വലാം രാത്രി കിടന്നുറങ്ങാണ്. യൂസുഫ് നബി തൊട്ടടുത്തല്ലേ. യാക്കൂബ് നബി അലൈഹി സ്വലാം ഇങ്ങനെ ചിന്തിക്കാണ്, അപ്പൊ നമുക്ക് നാളെ നേരം വെളുക്കാതിരുന്നാൽ മതിയായിരുന്നു, സൂര്യനെങ്ങാനും ഉദിക്കാതിരുന്നെങ്കിൽ യാക്കൂബ് നബി ചിന്തിക്കാണ്. അതുപോലെ തന്നെ യൂസുഫ് നബി അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്, അപ്പുറത്ത് കിടക്കുന്നുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാം മനസ്സിൽ ഇങ്ങനെ കേൾക്കുകയാണ്, ബാബുവേ എത്രയും പെട്ടെന്ന് സൂര്യൻ ഉദിച്ചു കിട്ടിയിരുന്നെങ്കിൽ നാളെ കാട്ടിലേക്ക് കളിക്കാൻ പോയിരുന്നല്ലോ. അങ്ങനെ ഏതായാലും അമ്മാന്റെ കഥാവ് നടന്നു. സൂര്യൻ ഉദിച്ചു. അടുത്ത ദിവസമായപ്പോ യാക്കൂബ് നബി അലൈഹി സ്വലാം ഏനെ വിളിച്ചിട്ട് വന്നു, യൂസുഫിനുള്ള പഴങ്ങളും പാലുകളൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ അത് കാട്ടിലേക്ക് പോലെ. പാലും പഴമൊക്കെ സാധാരണ നമ്മളെ മക്കൾ പോകുമ്പോൾ അത് കൊടുക്കാനില്ലല്ലോ. പിന്നെ യൂസുഫിനൊരു പ്രത്യേകത, യൂസുഫ് ചെറിയ കുട്ടിയല്ലേ, അപ്പോ യൂസുഫിന് മാത്രം യൂസുഫ് പോകുമ്പോൾ ഒരു പാൽ പഴം, നമ്മളെ മക്കൾ പോകുമ്പോൾ ഒന്നും കൊടുക്കണില്ല. അപ്പോ യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞെടുത്തു, മോനല്ലേ, മതമൊന്നുമില്ലല്ലോ, ഏതായാലും കൊടുത്തയച്ചു. അപ്പൊ യഹൂദനെ വിളിച്ചു. യഹൂദ കൂട്ടത്തിൽ 10 കുട്ടിയാണ്. 10 കുട്ടികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പക്വതയുള്ളവരെന്ന് ചരിത്രം രേഖപ്പെടുത്തിയ യഹൂദനെ വിളിച്ചിട്ട് പറഞ്ഞു, യഹൂദ നിന്റെ കൂടെ ഞാനിന്ന് യൂസുഫിനെ വിടുന്നുണ്ട്. യൂസുഫ് ചെറിയ കുട്ടിയാണല്ലോ, നമ്മൾ കാട്ടിലല്ല ചെന്നായ്ക്കളൊക്കെ ഉണ്ട്, നീ അവനെ സൂക്ഷിക്കണം. യഹൂദ പറഞ്ഞു, അപ്പ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, യൂസുഫിനെ ഞാൻ സൂക്ഷിക്കും, കാത്തു സൂക്ഷിക്കും. ചെന്നായ്ക്കളെ ഞങ്ങൾ 10 മക്കളെ ആദ്യം ദൃഢകാതല്ല ഞങ്ങളുണ്ടല്ലോ, ഇന്നത്തിനാണ് യൂസുഫിനെ പറ്റി നിങ്ങൾ പേടിക്കുന്നതിന് യാക്കൂബ് നബി അലൈഹി സ്വലാം നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് യഹൂദ ഈ യൂസുഫ് നബി അലൈഹി സ്വലാം തോളിൽ ഇങ്ങനെ വെച്ചു, 2 കാലും ഇങ്ങനെ പിടിച്ചുകൊണ്ട് 2 കൈയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് പോവാണ്. അത് കണ്ടപ്പോ യാക്കൂബ് നബി അലൈഹി സ്വലാമിലേക്ക് എന്തൊരു സന്തോഷം. മക്കളെ യൂസുഫിനെ നിലത്ത് പോലും വെക്കുന്നില്ല, തോളിലെടുത്ത് കൊണ്ടുപോവാണ്. ഇങ്ങനെ കൊണ്ടുപോയപ്പോ യാക്കൂബ് നബി അലൈഹി സ്വലാം സന്തോഷം, അൽഹംദുലില്ലാ. കുറച്ചൊക്കെ എത്തിയപ്പോ കാട്ടിന്റെ ഉൾഭാഗത്ത് ഇങ്ങനെ പിടിച്ചു പോവാണ് യഹൂദ. നേരെ കുറച്ചൊക്കെ ചിലപ്പോ കാട്ടിന്റെ ഉൾഭാഗത്ത് യൂസുഫ് നബി അലൈഹി സ്വലാം പിടിച്ചുകൊണ്ട് മലർത്തിട്ടു, കാട്ടിലേക്ക് ഒറ്റയേറാണ് കൊടുത്തു. അപ്പോ യൂസുഫ് നബി അലൈഹി സ്വലാം പേടിച്ചുകൊണ്ടുവന്നു, കാക്ക എന്താണ് ചെയ്തത്? അപ്പൊ മക്കളെല്ലാവരും ഒരാൾ കാല് പിടിച്ച് ഒരാൾ കൈ പിടിച്ച് വലിച്ചുകൊണ്ടുപോവാണ്. എന്നിട്ട് അതികഠിനമായ പ്രഹരങ്ങൾ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ നല്ല അടിക്കുന്നുണ്ട്, ചിലര് വലിച്ചുകൊണ്ടോ നിലത്ത് കൂടെ ഒക്കെ. അപ്പൊ യൂസുഫിന് ചെറിയ കുട്ടി, 9 വയസ്സുള്ള യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാക്കന്മാരോട് പറഞ്ഞു, എന്നൊന്നും ചെയ്യല്ല, ഞാൻ ചെറിയ കുട്ടിയല്ലേ. അങ്ങനെ പറഞ്ഞപ്പോൾ അവരൊന്നും ചെയ്തില്ലേ. യഹൂദ കുറച്ച് മാറി നിൽക്കുന്നുണ്ട്, കാരണം യഹൂദക്കൊരു വിഷമം, എന്തായാലും കൂടെ നമ്മളെ സഹോദരനല്ലേ. അപ്പോ ആദ്യമായിട്ട് ഇറങ്ങിയത് യഹൂദാണ്. യൂസുഫ് നബി അലൈഹി സ്വലാം ഇങ്ങനെ കരയുന്നുണ്ട്. പെട്ടെന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം ഒന്ന് ചിരിച്ചു. ഈ അടിക്ക് കിട്ടിയിട്ട് പെട്ടെന്ന് ചിരിച്ചപ്പോ ഇവര് ചോദിച്ചു, എന്താണ് ഇത്ര നേരം ഒന്ന് കരഞ്ഞിട്ട് പെട്ടെന്ന് ചിരി? അപ്പോ യൂസുഫ് നബി പറഞ്ഞു, യഹൂദ കാക്ക, നിങ്ങളാണല്ലോ എന്റെ പിതാവ് ഏൽപ്പിച്ചത് യൂസുഫിന് ഒരു പോറൽ പോലും ഏൽക്കരുതെന്ന്. എന്നിട്ട് നിങ്ങളാണ് ഈ അടിക്കൊക്കെ ഉദ്ഘാടനം ചെയ്ത് വെച്ചത്. അപ്പൊ നിങ്ങളോട് എന്റെ പിതാവ് യാക്കൂബ് നബി അലൈഹി സ്വലാം യൂസുഫിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അപ്പോ യഹൂദക്കൊരു എന്തോ പറയും, കാരണം പിതാവ് ചോദിക്കുമ്പോ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ യൂസുഫിനെ കൊന്നു എന്നൊക്കെ പറഞ്ഞാൽ, എങ്ങനെ മരിച്ചു പോയെന്നൊക്കെ പറഞ്ഞാൽ പിതാവ് എന്തോ ആവുമല്ലോ. അപ്പോ യൂസുഫിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കൊല്ലാനും കഴിയില്ലല്ലോ. അങ്ങനെ ഞാൻ ചിന്തിച്ചു. ലാസ്റ്റ് യഹൂദ പറഞ്ഞു, അങ്ങനെ ഇത് ചെയ്യണ്ട. യൂസുഫ് നബി അലൈഹി സ്വലാം യൂസുഫിനെ അഞ്ചനെ കൊല്ലേണ്ടതൊന്നുമില്ല. നമ്മൾ കണ്ടില്ല, തൊട്ടടുത്തൊരു കിണർ കാണുന്നുണ്ട്. ആ കിണറിനെ പറ്റി ചരിത്രകാരന്മാർ പറഞ്ഞു, അന്നത്തെ കുറച്ച് കാലമുള്ള ശദ്ദാദ് എന്ന് പറയുന്ന രാജാവ് വരികയും ആ രാജാവ് കാലഘട്ടത്തിലെ പ്രവാചകന്മാരെയൊക്കെ എതിർത്തുകൊണ്ട് പറഞ്ഞു, ആഖിറത്തിൽ ലഭിക്കുന്ന സ്വർഗമല്ല യഥാർത്ഥ സ്വർഗം, ഭൂമിയിൽ തന്നെ എന്റെ അനുയായികൾക്ക് ഞാൻ വേണ്ടി സ്വർഗം നിർമ്മിക്കുമെന്ന് കൽപ്പിച്ച, സ്വർഗം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച ശദ്ദാദ് എന്ന് പറയുന്ന രാജാവ് അവിടെ ഒരു വലിയ കിണർ നിർമ്മിച്ചു. 400 മുഴത്തോളമുള്ള ഒരു കിണർ. ആ കിണറിന് മേലിൽ നോക്കിയാൽ അടി കാണൂല, അങ്ങനത്തെ ഒരു കിണറാണ്. അങ്ങനെ അവർ പറഞ്ഞു, യഹൂദ പറഞ്ഞു, കൊല്ലൊന്നും വേണ്ട, പാവണല്ലോ, കിണറിൽ കൊണ്ടിടാം, പിന്നെ ഒന്നും അറിയില്ല എന്ന് പറയണ്ട. അങ്ങനെ ഏതായാലും കിണറ്റേക്ക് കൊണ്ടിടാൻ വേണ്ടി എല്ലാവരും തീരുമാനിച്ചു. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ അരയിൽ ഒരു കയറെടുത്ത് കെട്ടി. ആ കയറെടുത്ത് കെട്ടി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മക്കളെല്ലാവരും കൂടെ കിണറ്റിലേക്ക്